ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. SIR-മായി ബന്ധപ്പെട്ട് ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടർമാരുടെ 91.56% ഫോമുകളും ഡിജിറ്റൈസ് ചെയ്തതായി ജില്ലാ കളക്ടർ യോഗത്തെ അറിയിച്ചു. തടികയറ്റി വന്ന ലോറിയിൽ ബൈക്കിടിച്ച് തലവടി സ്വദേശിയായ വിദ്യാർത്ഥി മരണപ്പെട്ടു. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു അപകടം. കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലെ KUHSന്റെ നേതൃത്വത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ജിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ക്രിസ്മസ് ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സജീവമായി നക്ഷത്ര വിപണി. വിവിധ ആകൃതിയിലും വലുപ്പത്തിലും തുടങ്ങി വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന നക്ഷത്രങ്ങൾ കൂടാതെ ക്രിസ്മസ് ട്രീ വാങ്ങാനും വിശ്വാസികൾ ഏറെയാണ്. വാർത്തകൾ വിശദമായി. SIR-മായി ബന്ധപ്പെട്ട് ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടർമാരുടെ 91.56% ഫോമുകളും ഡിജിറ്റൈസ് ചെയ്തതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് യോഗത്തെ അറിയിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചേംബറിലായിരുന്നു യോഗം നടന്നത്. SIR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. ജില്ലയിലെ ആകെ 17,58,938 വോട്ടർമാർ ഉള്ളതിൽ 16,10,480 വോട്ടർമാരുടെ ഫോമുകളും ഇതിനോടകം ഡിജിറ്റൈസ് ചെയ്തതായി കളക്ടർ യോഗത്തെ അറിയിച്ചു. ഡിസംബർ 16 കണക്ക് പ്രകാരം നിലവിലുള്ള വോട്ടർ പട്ടികയിൽ എന്യൂമറേഷൻ ഫോം തിരിച്ചു ലഭിക്കാത്ത കേസുകളിൽ 46,777 പേർ മരണപ്പെട്ടതായും 35,663 പേർ സ്ഥലത്തില്ലാത്തതായും 51,282 പേർ താമസം മാറിപ്പോയിട്ടുള്ളതായും 7,909 പേരുടെ പേരുകൾ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി കളക്ടർ അറിയിച്ചു. ഇത്തരക്കാരുടെ ബൂത്ത് തിരിച്ചുള്ള ലിസ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാർക്ക് പരിശോധനയ്ക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനിയും എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു നൽകാത്തവരുണ്ടെങ്കിൽ ആയത് അടിയന്തരമായി ബന്ധപ്പെട്ട BLO-മാരെയോ വില്ലേജ് ഓഫീസുകളിലോ ഏൽപ്പിക്കേണ്ടതാണ്. എന്യൂമറേഷൻ ഫോമുകൾ തിരികെ ലഭിക്കാത്തവരുടെ പേരുകൾ ഡിസംബർ 23 പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട് വരുന്നതല്ല എന്നും വിലയേറിയ വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കുവാൻ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണമെന്നും ജില്ലാ കളക്ടർ യോഗത്തെ അറിയിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S. ബിജു, R. നാസർ, ബാബുലേയൻ, G. സഞ്ജീവ് ഭട്ട്, ഷീൻ സോളമൻ, R. ചന്ദ്രൻ, KP പരീക്ഷൻ, SS. ശങ്കർ, P. സുഭാഷ് ബാബു, ഇലക്ഷൻ സൂപ്രണ്ട് PA. ഗ്ലാഡ്വിൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. നേരത്തെ ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരുടെയും BLO-മാരുടെയും യോഗങ്ങൾ വില്ലേജ് തലത്തിലും ചേർന്നിരുന്നു. തടികയറ്റി വന്ന ലോറിയിൽ ബൈക്കിടിച്ച് തലവടി സ്വദേശിയായ വിദ്യാർത്ഥി മരണപ്പെട്ടു. ബൈക്കിലൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഗുരുതര പരിക്കുകളുടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു അപകടം. കോതമംഗലം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബൈക്ക് തടികയറ്റി വന്ന ലോറിയിലിടിച്ച് യുവാവ് മരണപ്പെട്ടു. പുതുപ്പാടി കോളേജിലെ BCA അവസാന വർഷ വിദ്യാർത്ഥി എടത്വ തലവടി ആനപ്രാമ്പാൽ കറുത്തേരിൽ കുന്നേൽ വീട്ടിൽ വിഷ്ണു ആണ് അപകടത്തിൽ മരണപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 9:30 കാരക്കുന്നം പള്ളിക്ക് സമീപമാണ് അപകടം. രാത്രി 9 മണിയോടുകൂടി ഹോസ്റ്റലിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുവാനായി പോകുന്ന വഴി മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്ന തടിലോറിയുമായി ഇവർ സഞ്ചരിക്കുന്ന ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടനെ നാട്ടുകാർ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂർ ചന്ദ്രോപ്പിന്നി കോരാട്ടിൽ ആദിത്യൻ, പത്തനംതിട്ട തെക്കുംതോട് ഒറ്റപ്ലാവങ്കൽ ആരോമൽ എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു. അതീവ ഗുരുതരാവസ്ഥയിൽ ആയതിനാൽ ഇവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിഷ്ണുവിന്റെ മൃതദേഹം തുടർ നടപടികൾക്കായി മൂവാറ്റുപുഴ MCS ആശുപത്രി മോർച്ചറിയിലേക്കും മാറ്റിയിട്ടുണ്ട്. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം കോളേജിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് മൃതദേഹം സ്വദേശമായ തലവടിയിലേക്ക് കൊണ്ടുവരും. സംസ്കാരം പിന്നീട് നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലെ KUHSന്റെ നേതൃത്വത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ജിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കേരള ആരോഗ്യ സർവകലാശാല KUHSന്റെ ആഭിമുഖ്യത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കുട്ടികൾക്കായുള്ള അടിയന്തര ചികിത്സ, ഗർഭം, പ്രസവം, പ്രസവാനന്തരമുള്ള ചികിത്സ, പരിചരണം എന്നീ വിഷയങ്ങളിൽ സംഘടിപ്പിച്ച പരിശീലനം അമ്പലപ്പുഴ MLA ജിസലാം
ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സൊസൈറ്റിക്കുള്ളൊരു പ്രാധാന്യം, സൊസൈറ്റിയിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിന്റെ ഒരു സൊസൈറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മികവെന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, രണ്ട് സെക്ടറിലെ മികവാണ്. അതൊരു ബേസാണ്. അത് പല കാലമായി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. രാജ്യാന്തരമായിട്ട് തന്നെ ഒരു പക്ഷേ മറ്റ് സമ്പന്ന രാജ്യങ്ങളോട് പോലും കിടപിടിക്കാൻ പറ്റുന്ന പാകത്തിൽ നമ്മുടെ ഒരു കേരള സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഉള്ള ഒരു മെച്ചവും ആരോഗ്യത്തിൽ നമ്മൾ ആർജിച്ചൊരു ഒരു കരുത്തും, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏത് പ്രയാസങ്ങൾ നമുക്ക് ആരോഗ്യ മേഖലയിൽ വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കും. ഇപ്പോ നമ്മുടെ മുന്നിൽ ഏറ്റവും നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ നിഷ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ പ്രിമി മാത്യു, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഗിരീഷ് ശ്രീകുമാർ, UR രശ്മി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അതുൽ സാംസൺ എന്നിവർ സംസാരിച്ചു. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ KP അഷ്ബ ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു. ക്രിസ്മസ് ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സജീവമായി നക്ഷത്ര വിപണി. വിവിധ ആകൃതിയിലും വലിപ്പത്തിലും തുടങ്ങി വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന നക്ഷത്രങ്ങൾ കൂടാതെ ക്രിസ്മസ് ട്രീ വാങ്ങാനും വിശ്വാസികൾ ഏറെയാണ്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ജ്വലിച്ചുയരും നക്ഷത്രം. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയെന്നും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ജന്മദിനമായ ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നാട്ടാരും ഒരുക്കം തുടങ്ങി. ക്രിസ്തുമസ് ആഘോഷത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ക്രിസ്മസ് വിപണിയും ഇത്തവണ ഇതിനോടകം തന്നെ സജീവമായി. പുൽക്കൂടുകളും പുൽക്കൂടിൽ സജ്ജീകരിക്കാനുള്ള ക്രിബ് സെറ്റുകളും വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് വിശ്വാസികൾ ഇപ്പോൾ. 90 രൂപയിൽ തുടങ്ങി 15,000-ഓളം രൂപ വില വരുന്ന ക്രിസ്മസ് സ്നോയി ട്രീയും ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്ന ഒന്നാണ്. മാത്രമല്ല, പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ LED നക്ഷത്രങ്ങൾ വരെയുള്ള വർണ്ണവിസ്മയം തീർക്കുന്ന പലതരം നക്ഷത്രങ്ങളും ഇപ്പോൾ ക്രിസ്മസ് വിപണിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും LED നക്ഷത്രത്തിനാണ് പ്രിയമേറെയെന്ന് വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തവണത്തെ പ്രത്യേകത ഞങ്ങളുടെ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് വൈച്ചേരി ജംഗ്ഷനിലാണ് ഞങ്ങളുടെ പുതിയ ഷോപ്പ് പ്രീമിയർ ഹോം എസെൻഷ്യൽ. ഇപ്രാവശ്യം കുറെ വെറൈറ്റി ട്രീസ് ഉണ്ട്. പുറകിലിരിക്കുന്ന ട്രീസ് എല്ലാം വെറൈറ്റി ആണ്. മഞ്ഞ് പെയ്യുന്ന കുറെ ട്രീസ് വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ മേളിൽ കുറെ സ്റ്റാൾസ് ഉണ്ട്, ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്. പിന്നെ ട്രീസ് അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. വളരെ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ബഡ്ജറ്റിൽ ആണ് ഞങ്ങളെല്ലാം ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. നല്ല ഡിസ്കൗണ്ടും ഉണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ സ്റ്റാൾസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻ കൂടാതെ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ കയറിയാൽ തന്നെ അറിയാം അതിന്റെ പ്രത്യേകത. നിങ്ങൾ ഇതുവരെ കാണാത്ത വെറൈറ്റി ഐറ്റംസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ വഴിച്ചേരി ജംഗ്ഷന് സമീപം പ്രീമിയർ ഹോം എസെൻഷ്യൽസിലാണ് നക്ഷത്രം മുതൽ ക്രിസ്മസ് ഡെക്കറേഷൻ സാമഗ്രികൾ വരെ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്കായി എത്തിച്ചിരിക്കുന്നത്. കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകുന്ന ഒന്നായിട്ടാണ് ക്രിസ്തുമസിനെ വിശ്വാസികൾ കാണുന്നത്. ക്രിസ്തുമസ് ദിനമായ ഡിസംബർ 25-ന് മുന്നേ ഓരോ വീടുകളിലും ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളും ആരംഭിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രവും ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമെല്ലാം തന്നെ അവരുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പഴമയുടെ പ്രൗഢി പേറുന്ന മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. കുപ്പിവളകൾ മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി മുല്ലക്കൽ തെരുവിൽ നിറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. ഭക്തിയും ആഘോഷവും ഒന്നിക്കുന്ന ആലപ്പുഴക്കാരുടെ പ്രധാന ഉത്സവമായ മുല്ലക്കൽ ചെറുപ്പ് മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. ഇനിയുള്ള 10 നാളുകളിൽ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാൽ മുഖരിതമാക്കും. ദീപാലങ്കാരങ്ങൾ കൊണ്ട് പ്രകാശം ചെരിയുന്ന മുല്ലക്കൽ തെരുവുകൾ ജനസാഗരമായി മാറും. ഇതിനോടകം തന്നെ സീറോ ജംഗ്ഷൻ മുതൽ AVJ ജംഗ്ഷൻ വരെ വിവിധങ്ങളായ നിറങ്ങളിലുള്ള കൊടിത്തോരണങ്ങൾ കൊണ്ട്
അലങ്കാര പ്രവർത്തനങ്ങളും മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ നടത്തിക്കഴിഞ്ഞു. മാത്രമല്ല പലതരം കച്ചവടക്കാരും മുല്ലക്കൽ തെരുവിന്റെ ഇരുഭാഗത്തായും നിരന്നു കഴിഞ്ഞു. AVJ ജംഗ്ഷനിലെ കൂറ്റൻ അലങ്കാര ഗോപുരവും ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. മണ്ഡല കാലമായതിനാൽ തന്നെ ദിവസവും മുല്ലക്കൽ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം, കുങ്കുമാഭിഷേകം, പുഷ്പാഭിഷേകം, പ്രസാദമുട്ട് എന്നിവയും ഉണ്ടാകും. ചിറപ്പ് ദിവസങ്ങളിൽ പുലർച്ചെ 4:30 നിർമാല്യം, അഭിഷേകം, 6:30 ഭാഗവത പാരായണം, 8:30 ശ്രീബലി, 12:30 പ്രസാദമൂട്ട്, വൈകിട്ട് 6 ദീപാരാധന, രാത്രി 10:30 എതിരേറ്റ്, തീയാട്ട് എന്നിവയും നടക്കും. ഈ മാസം 20 കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 നടക്കുമെന്ന് സൂചന. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ നഗരസഭ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 21 ഞായറാഴ്ച രാവിലെ 10 മുതൽ നഗരസഭാ ശതാബ്ദി മന്ദിരാങ്കണത്തിൽ നടക്കുമെന്ന് സൂചന. ഈ മാസം തന്നെ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുന്ന തരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം നഗരസഭ അംഗങ്ങളായുള്ള സത്യപ്രതിജ്ഞയും പിന്നീട് നഗരസഭാ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിങ്ങനെയുള്ള ഭരണഘടനാ പദവികളിലുള്ളവരെയും അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കും. നിലവിൽ UDF-ന് 23, LDF-ന് 22, BJP-ക്ക് 5 സീറ്റും SDPI, PDP എന്നിവർക്ക് ഓരോ സീറ്റും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 53 അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2015-20 സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച് UDF-ന് പിന്തുണ നൽകിയ ജോസ് ചെല്ലപ്പൻ ഇത്തവണ മംഗലം വാർഡിൽ നിന്നും വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടാകും ഏവരും ഉറ്റുനോക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SIR-മായി ബന്ധപ്പെട്ട് ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടർമാരുടെ 91.56% ഫോമുകളും ഡിജിറ്റൈസ് ചെയ്തതായി ജില്ലാ കളക്ടർ യോഗത്തെ അറിയിച്ചു. തടികയറ്റി വന്ന ലോറിയിൽ ബൈക്കിടിച്ച് തലപടി സ്വദേശിയായ വിദ്യാർത്ഥി മരണപ്പെട്ടു. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു അപകടം. കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലെ KUHS-ന്റെ നേതൃത്വത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ജിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ക്രിസ്മസ് ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സജീവമായി നക്ഷത്ര വിപണി. വിവിധ ആകൃതിയിലും വലുപ്പത്തിലും തുടങ്ങി വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന നക്ഷത്രങ്ങൾ കൂടാതെ ക്രിസ്മസ് ട്രീ വാങ്ങാനും വിശ്വാസികൾ ഏറെയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.